ഭൂമിയായി പ്രഖ്യാപിച്ചു. ഹറാമും മാ ബൈന സമൈഹിമാ അല്ലാ യുഹറാഖ ഫീഹാ ദമുൻ വലാ യുഹ്മല ഫീഹാ സിലാഹുൻ ലിഖിതാലിൻ, അവിടെ ഒരു പോരാട്ടം നടത്താൻ പാടില്ല. അതുപോലെ തന്നെ വലാ തുഖ്മത ഫീഹാ ശജറത്തുൻ ഇല്ലാ ലിഅൽഫിൻ, മൃഗങ്ങൾക്ക് പുല്ല് കൊടുക്കാൻ വേണ്ടി ചില പുല്ലുകൾ പറിക്കാമെന്നതൊഴിച്ചിട്ട് അവിടെയുള്ള പുല്ല് പോലും മരങ്ങൾ പോലും തൊട്ടതാ അതിനെ ശല്യം ചെയ്യാൻ പാടില്ല. അത്ര വലിയ ബറക്കത്ത് നബിതങ്ങൾ കിടക്കുന്ന നാട്ടിന്റെ ബറക്കത്ത്. എങ്കിൽ പിന്നെ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യുന്നവന്റെ ബഹുമാനം, അവിടെ പോകുന്നവന് കിട്ടുന്ന ബറക്കത്ത് പറയണോ? മുഅ്മിനീങ്ങളെ, സർവമഹാന്മാരെ ഖബറിനും പുണ്യമല്ലേ? റൗളത്തും മിൻ റിയാദിൽ ജന്ന, മഹാന്മാരെ ഖബറുകൾ സ്വർഗ്ഗത്തോട്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങളെ ഖബറോ, ഖബർ മാത്രമല്ല ഖബറിന്റെ പരിസരവും സ്വർഗ്ഗത്തോട്ടം. അതാണ് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബർ നിൽക്കുന്നത് എന്റെ വീട്ടിലാണെന്ന നിലയ്ക്ക് നബിതങ്ങൾ പറയാണ്, എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള പരിസരങ്ങളുണ്ടല്ലോ, അത് മുഴുവനും സ്വർഗ്ഗത്തോട്ടമാണ്, ഖബർ മാത്രമല്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുത്തു, ബാബു ഫദ്ലി മാ ബൈനൽ ഖബരി വൽ മിംബരി, ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം കണ്ടോ? ഇമാം ബുഖാരിക്കറിയാം ആ റസൂലുള്ളാഹിന്റെ വീട്ടിലാണ് ഖബർ. അപ്പൊ ഖബറിന്റെ പരിസരത്തിന് ബറക്കത്ത്, സ്വർഗ്ഗത്തോട്ടം. ആ മദീനയും മദീനയിലുള്ള സ്ഥലങ്ങളും അവിടെയുള്ള മരങ്ങളും അവിടെയുള്ള പഴങ്ങളും അവിടെയുള്ള വസ്തുക്കളും അവിടെയുള്ള ജനങ്ങളും എല്ലാം സ്നേഹിക്കപ്പെടേണ്ടത് തന്നെ. ആ നബിതങ്ങളെ സുന്നത്തോ അതും സ്നേഹിക്കപ്പെടേണ്ടതും തുടരേണ്ടതും തന്നെ. ഇമാം ബൂസിരി തങ്ങൾ അതാണ് വലം തോ സന്നതാമൻ ലാമയിലാ അനിസ്ത ഖത്ത് ഖദമാഹുറുറ മിംറമി മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസിരി തങ്ങള് ഈ സ്വലാത്ത് ഇടയ്ക്കിടയ്ക്ക് അതാ ബുർദ ബൈത്തിന്റെ ഇടയ്ക്ക് ചൊല്ലിയിരുന്നു. അതാ നമ്മളും ചൊല്ലുന്നത്. സുഹൃത്തുക്കളെ, ആ ഇമാം ബൂസിരി തങ്ങൾ ബുർദ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞപ്പോ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുർദ ബൈത്തിന്റെ പേര് ബുർദ എന്നായിരുന്നില്ല, അതിന്റെ പേര് അൽ കവാകിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്നാണ്. ആ ബൈത്ത് മുഴുവനും നബി തങ്ങൾക്ക് അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ അവിടുന്ന് ഒരു സാലെടുത്തിട്ട് ഇമാം ബൂസിരി തങ്ങളെ അങ്ങ് പുതച്ചു. അതുകൊണ്ടാണ് അതിന് അൽ ബുർദ, പുതപ്പ് എന്ന പേര് വന്നത് കേട്ടോ. അതെ, ആ ബുർദ ബൈത്ത് അത് ചൊല്ലിക്കൊടുത്തതിന് ശേഷം പിറ്റെന്ന് നടന്നു പോകുമ്പോഴാണ് സ്നേഹിതൻ അബൂറജാ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നിങ്ങൾ റസൂലുള്ളാഹിനെ പറ്റി ചൊല്ലിയ പദ്യം ഒന്ന് കേൾപ്പിക്കൂ. അപ്പൊ ചോദിച്ചു, ഏത് പദ്യം? കാരണം ഈ ബുർദ ലോകത്താരെയും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല, ഒരാൾക്കും കൈമാറിയിട്ടില്ല. ഇത് ഇന്നലെ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾപ്പിച്ചതേ ഉള്ളൂ. രോഗത്ത് കിടക്കുമ്പോ വീട്ടിൽ നിന്ന് ചൊല്ലിയതല്ലേ. അപ്പൊ ഏത് പദ്യം? ഞാൻ ഒരുപാട് പദ്യം ചൊല്ലിയിട്ടുണ്ടല്ലോ. അപ്പൊ അബൂറജാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആമീൻ തരക്കുരിദി റാനിം ബിദി സലമീം മദജ്ത ദം അൻജറാ മിമുഖലത്തിം ബിദമീം എന്ന് തുടങ്ങുന്ന പദ്യമാണ്. അപ്പൊ ഇമാം ബൂസിരി നിങ്ങൾക്ക് അവിടെ നിന്ന് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞു, ഞാൻ ആർക്കും അത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോഴാ പറഞ്ഞത്, ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുത്തപ്പോൾ അവിടുന്ന് കാറ്റിന് കരിമ്പിന്റെ തൈ ഇങ്ങനെ ആടുന്നത് പോലെ നബി തങ്ങൾ ആടുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാനത് മനഃപ്പാടമാക്കിയതാണ്. പിന്നെ ഇമാം ബൂസിരിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ?
അതങ്ങ് കൊടുത്തപ്പോൾ ഈജിപ്തിൽ മാത്രമല്ല ലോകം മുഴുക്കെ ബുറുദയുടെ മഹത്വം പ്രചരിച്ചുപോയി. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ളവർ അവിടുത്തെ ബഹുമാനം പറയണം, അവിടുത്തെ സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, അവിടുത്തെ സുന്നത്ത് തകർക്കാൻ വരുന്ന ബിദ്അത്തിനെതിരെ ശബ്ദിക്കണം, ബിദ്അത്ത് ചെയ്യുന്നവർക്ക് നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരിക്കലും സുന്നിയല്ലാത്തവരെ ചീത്ത പറയരുത്, സുന്നിയല്ലാത്തവരെ തെറി പറയരുത്, സുന്നിയല്ലാത്തവരെ നമ്മൾ അവമതിക്കരുത്. കാരണം അത് അവരുടെ മനസ്സ് സുന്നത്ത് ജമാഅത്തിലേക്ക് വരുന്നതിൽ നിന്ന് അകന്നു പോകാനേ കാരണമാകൂ. മറിച്ച് പരിഹസിച്ചുകൊണ്ടല്ല നമ്മളെ സംഘടനയിൽപ്പെട്ട ഒരാള് പരിഹാസ സ്വഭാവത്തിൽ ചില പ്രസംഗങ്ങളും മുഖാമുഖങ്ങളൊക്കെ നടത്തിയപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിച്ചു, പരിഹാസത്തിലൂടെ സുന്നത്ത് ജമാഅത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ കഴിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ദീനെ പ്രചരിപ്പിക്കേണ്ടത് നല്ല സ്വഭാവത്തിലാണ്. അവർ നന്നാകണമെന്ന ചിന്തയിലാണ്. അവർ തെറ്റിദ്ധരിച്ചവരായിരിക്കും പലരും സാധാരണക്കാർ. ഒരുപക്ഷേ അവരിലുള്ള വിവരമുള്ളവർ അവരെ പറ്റിച്ചതായിരിക്കും. അവരൊക്കെ അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കെടുത്തിയതായിരിക്കും. അതിൽ പെട്ടുപോയ സാധാരണക്കാരെ നന്നാക്കിയെടുക്കാൻ സൗമ്യമായ ഭാഷയിൽ വിഷയം പറയണമെന്ന് ഞാൻ ഉപദേശിച്ചപ്പോൾ പിന്നീട് എന്നെ ചീത്ത പറഞ്ഞ് നടന്നിട്ടുണ്ടൊരാള്. അല്ലാഹു അദ്ദേഹത്തിനും സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഇമാം ബൂസിരി തങ്ങളെ ശൈലി കണ്ടോ മുതഅല്ലിമീങ്ങളെ? ഇമാം ബൂസിരി സുന്നത്തെടുക്കാത്ത ആളല്ല, ഫർളും സുന്നത്ത് കൊടുത്ത ഔലിയാക്കളെ നേതാവാണ് കേട്ടോ. പക്ഷേ മറ്റുള്ളവര് സുന്നത്തെടുക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് പറയുകയാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞിട്ടുണ്ട്, പടച്ചവനെ ഭയപ്പെടുന്ന തഖ്വയുള്ള പണ്ഡിതന്മാർ മറ്റൊരാളെ കുറ്റം പറയാതെ അവർക്കുള്ള കുറ്റം അവരെ മുന്നിൽ വെച്ച് സ്വന്തം ശരീരത്തിന്റെ പേരിൽ വെച്ചുകെട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ മോശം ചെയ്തു, ഇങ്ങനെ മോശം ചെയ്തു, തൗബ ചെയ്യണമെന്ന് പറയും. അപ്പൊ കേൾക്കുന്നവന് ഞാനല്ലേ അത്തെറ്റ് ചെയ്തത്, ഞാനല്ലേ പൊറുക്കലിനെ ചോദിക്കേണ്ടത് എന്ന് തോന്നിയിട്ട് നന്നാകും. നേരെ മറിച്ച് ഒരാളെ അപമതിച്ചുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ ഗീബത്ത് പറഞ്ഞുകൊണ്ടോ ഇസ്ലാമിക പ്രബോധനമില്ല. അതാണ് ഇമാം ബൂസിരി അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിഉഖൂമി. ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അതേ സംസാരിക്കുന്നത് പോലെ പ്രവർത്തിക്കാതിരുന്നാൽ വളരെ മോശമല്ലേ? ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സുന്നത്തിനെ ആക്രമിച്ചു. അവിടുന്ന് ഒരു അക്രമവും ചെയ്തിട്ടില്ല. പക്ഷേ അതാ സുന്നത്തിനെ ആക്രമിക്കുന്ന ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, സ്വന്തം ശരീരത്തെ അതാ ഇകഴ്ത്തി പറയുകയാണ്. അതെ, എന്തുകൊണ്ട് വലം സല്ലി സീവാ ഫർദിൻ വലം അസൂമി, ഞാൻ ഫർദല്ലാതെ നിസ്കരിച്ചില്ല, ഫർദല്ലാതെ നോമ്പെടുത്തില്ല എന്നൊക്കെ പറയാണ്. അതങ്ങനെയാ. കാസർഗോഡുള്ള വലിയൊരു മുതലാളി, ആ മുതലാളി ഇങ്ങനെ പറയാ, എന്റെ അടുത്തൊന്നുമില്ല, എത്ര മുതലാളിമാരുണ്ട് UAE-യിലൊക്കെ. എന്താ അത്? അയാളെ താഴ്മയാ. അയാൾ മുതലാളി അല്ലാത്തതുകൊണ്ടല്ല, അയാൾ മുതലാളി ആണെങ്കിലും അയാൾക്ക് മുതലുണ്ട് എന്ന് പറയൂല, അയാളെ കിബിറിലാക്കി താഴ്മ പറയാ അയാള്. ഇതുപോലെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ അങ്ങനെയാ. ആഖിറത്തിന്റെ കാര്യത്തിൽ ഇമാമിങ്ങൾ ഇങ്ങനെയാ. അവർ ആഖിറത്തിലേക്ക് എന്റെ അടുത്ത് ഒന്നുമില്ല എന്നാ പറയാ. ഞാൻ സുന്നത്ത് ഒന്നും എടുത്തില്ല, എന്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ അള്ളാഹിനോട് മാപ്പി വയ്ക്കാണ്. അങ്ങനെയാ മഹാന്മാരായ പണ്ഡിതന്മാരെ ശൈലിയും അങ്ങനെയാ. നേരെ മറിച്ച് സ്റ്റേജ് മേൽ കയറിയിട്ട് സുബ്ഹാനല്ലാഹ് വേറൊരു പണ്ഡിതന്റെ ഗീബത്ത് പറയാ, മനുഷ്യന്മാരെ മുഴുവൻ ഗീബത്ത് കേൾപ്പിക്കുക, കുറ്റം കേൾപ്പിക്കുക, ചീത്ത കേൾപ്പിക്കുക, സാഹസിൽ വന്നവരൊക്കെ നരകത്തിലേക്ക് വിളിച്ചോണ്ടുക. അങ്ങനെയല്ലല്ലോ ഒരു പണ്ഡിതൻ ചെയ്യേണ്ടത്. പണ്ഡിതൻ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുണ്ട്. കാരണം ഡ്യൂട്ടി ആരതാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരക്കാരനാ. അനന്തരക്കാരെന്ന് പറയലല്ല, അനന്തരം കാണുന്നല്ലോ. അപ്പൊ കൂട്ടിക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക്. അപ്പൊ ഗീബത്ത് കേൾപ്പിക്കാൻ പാടില്ല, വേറൊരു പണ്ഡിതന്റെ കുറ്റം പറയാൻ പാടില്ല. സംഘടന വേറൊന്നായാലും എല്ലാവരും ഇപ്പൊ ഒരു സംഘടനയിലാവുമോ? എന്നാലും ചീത്ത പറയാൻ
പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. സയ്യിദാണോ, ഏത് പാർട്ടിപ്പെട്ട സയ്യിദിനെ ബഹുമാനിക്കണം, സയ്യിദിനെ ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഒരു മുഅ്മിനെയും കുറ്റം പറയാൻ പാടില്ല. അതാണ് ഇസ്ലാം. എപ്പോഴും നല്ലത് മാത്രം, ആരോടും വൈരാഗ്യം വെക്കാൻ പാടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, കുഞ്ഞു മോനെ, നിനക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും കടക്കാൻ കഴിയോ? ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഒരാളോടും വിദ്വേഷമില്ലാതെ, ചീത്ത പറഞ്ഞവനോടുമില്ല, കല്ലെറിഞ്ഞവനോടുമില്ല, കുറ്റം പറയുന്നവനോടുമില്ല, ആരോടും വിരോധമില്ലാതെ ജീവിക്കാൻ കഴിയോ? നീ അങ്ങനെ ജീവിച്ചു അനസേ. എന്നിട്ട് അവിടുന്ന് പറയാണ്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, വദാലിക മിൻ സുന്നത്തി, അതെന്റെ ചര്യയിൽപ്പെട്ടതാണ്, എന്റെ നടപടിയാണ്, എന്റെ സ്വഭാവമാണ്. വമൻ അഹ്യാ സുന്നത്തി, എന്റെ നടപടി വല്ലവനും സജീവമാക്കിയാൽ, സ്റ്റേജുകളൊക്കെ ദൈവത്തും നമീമത്തുമായി മാറുന്ന കാലം, മുഴുവൻ സ്ഥലങ്ങളും കുറ്റം പറയുന്ന കാലം, അതിന് പകരം അതാ നല്ലത് മാത്രം പറയുന്ന നിലക്ക് ഒരു പണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് സജീവമാക്കിയാൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ ഒരാൾ സ്നേഹിച്ചാൽ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. പടച്ച റബ്ബേ, സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് വെളിച്ചം പകർന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും പ്രബോധകർക്കും പ്രവർത്തകർക്കും എല്ലാം വെളിച്ചം നൽകിയിട്ടുണ്ട്. ആ ഹബീബായ നബി ഞങ്ങളെ വെളിച്ചം ഞങ്ങളെ ഖൽബിൽ എത്തിയേറ്റി തരണേ അല്ലാഹ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി. ഓ നബിയേ, തങ്ങൾ താമസിക്കുന്ന ഒരു വീട് അഥവാ തങ്ങൾ കുടിയിരിക്കുന്ന ഹൃദയം, മനസ്സിന്റെ ഉള്ളിൽ തങ്ങളാണ്. അങ്ങനെ തങ്ങൾ കുടിയിരിക്കുന്ന ഹൃദയം ലൈസ മുഹ്താജൻ ഇലാ സുറൂജി. ചൊല്ലിക സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറൂജി. ആ സലാത്തിൽ പറഞ്ഞ സുറുജിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാര് എന്നാണ്. ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരാണ് സുറുജ്. ആ പണ്ഡിതന്മാരുടെ ആത്മീയമായ തർബിയത്ത് തങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ആവശ്യമില്ല. അതിന് തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അവിടുത്തെ ഉപദേശം ചെവിക്കൊണ്ടോ, അവിടുത്തെ ഉപദേശം എത്തിച്ചു തരുന്ന പണ്ഡിതന്മാരെ പിന്തുടർന്നോ, ഹബീബിനെ സ്നേഹിച്ചു, സ്വർഗത്തിലാണേ മുഅ്മിനീങ്ങളെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, ആ നബി തങ്ങളുടെ ഒരു സുന്നത്താണ് ഖബർ സിയാറത്ത്. ആ ഖബറിന്റെ അടുക്ക ചെല്ലുമ്പോ എങ്ങനെ ചെല്ലണം? അതാ ആരുടെ ഖബറിങ്കലാണോ പോകുന്നത്, ആ ഖബറിൽ കിടക്കുന്നവരോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണോ പെരുമാറ്റം, അതുപോലെ പോകണം. അപ്പൊ മഹാന്മാരെ ഖബറിങ്കൽ ആദരവോടെ പോകണം. അവരിഷ്ടപ്പെടുന്നത് മാത്രം അവരുടെ ഖബറിങ്കൽ ചെയ്യണം. അവരിഷ്ടപ്പെടാത്ത വാദ്യമേളങ്ങളോ സ്ത്രീകളാണുങ്ങളുമായി ഇടകലരലോ, അതാ പെണ്ണിന്റെ ചിത്രങ്ങൾ എടുക്കലോ, അല്ലെങ്കിൽ അതാ കുറെ കതിന പൊട്ടിച്ച് അതാ പണം തീർക്കലോ, കതിന പൊട്ടിച്ചിട്ട് അമിതമായി പൊട്ടിച്ച് തീർക്കുന്നതിനേക്കാൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. ഇനി ഇരിക്കട്ടെ, ഇനി അത് കുറച്ച് രോഗാണുക്കളൊക്കെ നീങ്ങാൻ വേണ്ടി വല്ലവരും പൊട്ടിച്ചെങ്കിൽ അങ്ങനെ ഒരു ന്യായമുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ
അനാവശ്യമായ ദൂർത്തുകളും അന്യ പെണ്ണും അന്യ ആണുമൊക്കെ അതാ പരസ്പരം കൂടിക്കലരലും അതുപോലെ ഹറാമായ പ്രവർത്തനങ്ങളും ഔലിയാക്കളെ ഖബറിങ്കിൽ പറ്റൂല. എനിക്ക് നൂറുൽ ഉലമാ എം എ ഉസ്താദിനെ ഓർമ്മ വരികയാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുന്ന് അതാ മുമ്പ് കാലത്ത് അൽബയാൻ മാസികയിൽ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എഴുതിയ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. അതാ മഹാന്മാരെ മഖ്ബറകളിൽ ഉറൂസുകളിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുകളുടെ മുശാവറ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ചില ആളുകള് അതാ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇതൊക്കെ സുന്നത്ത് ജമാഅത്തല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ല, കുണ്ടോട്ടി നേർച്ച സുന്നത്ത് ജമാഅത്തല്ല, അതേ പട്ടാമ്പി നേർച്ച സുന്നത്ത് ജമാഅത്തല്ല. അതുപോലെ ഒരുപാട് നേർച്ചകൾ എന്ന പേരിൽ നടക്കുന്ന കൂത്താട്ടുകളുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല കേട്ടോ. അത് എത്രയോ കാലമായി പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ളതാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലത്തിലൊരു പ്രാവശ്യം ഉഹുദിൽ വെച്ച് ഷഹീദായവരുടെ ഖബർ കൊല്ലത്തിലൊരിക്കൽ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. കൊല്ലത്തിൽ സിയാറത്ത് തീരുമാനിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുള്ളവരെ വിളിച്ചിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. ഖബറിലുള്ളവരെ വിളിച്ചുകൂടാൻ ആര് പറഞ്ഞു? അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല. അത് വേറെ ആരോ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയതാണ്. റസൂലുള്ള ഖബറിലുള്ളവരെ വിളിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ. വിളിക്കല് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ പറയും പോലെ പറഞ്ഞിട്ടുണ്ട്, അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ. നിങ്ങൾ ഞങ്ങളെ മുമ്പിൽ അങ്ങ് പോയതാണ്, പിന്നാലെ ഞങ്ങളും വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ദുബായിലേക്ക് ഇറങ്ങിയതാണ്. അതെ, ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, അതെ നമ്മുടെ ഇവിടെ ഇന്ന് ആദരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, നമ്മുടെ ആമുഹാജി. അദ്ദേഹം ഈ പാവപ്പെട്ട എന്നെ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഒരു നിലക്കും സമയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കെനിക്ക് തള്ളാൻ പറ്റില്ല. അതിന്റെ ശേഷം നമ്മുടെ പള്ളങ്കോട് വിളിച്ചു, അദ്ദേഹത്തിന്റെ വാക്കും തള്ളാൻ പറ്റൂല. തള്ളാൻ പറ്റാത്ത പലരും വിളിച്ചു. അപ്പോൾ പിന്നെ ഞാൻ യാത്രക്കിടയിൽ ഇവിടെ ഒന്ന് വന്ന് പോകാമെന്ന് മനസ്സിലാക്കി. അതേ, മറ്റൊരു പ്രവർത്തകന്മാരോട് തൽക്കാലം സമ്മതം ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ കിടക്കുന്ന നബി തങ്ങളെ അതാ വിളിക്കുന്നു. നമ്മള് മദീനയിൽ കിടക്കുന്ന നബിയെ വിളിക്കുന്നു, സലാം പറയുന്നു എന്ന് നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ആ നബി തങ്ങൾ ഖബറിലുള്ളവരെ വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ. അതാ എയർപോർട്ടിലേക്ക് പോയി കയറുമ്പോ ഒരാൾ പറയുന്നു, ഒരാളോട് യാത്രയാക്കാൻ വന്ന ആളോട് യാത്ര പറയുമ്പോ അതാ പറയുന്നു, നിങ്ങൾ ഈ പ്ലെയിനിന് പോയിക്കോ, അടുത്ത പ്ലെയിനിന് ഞാനും വരുന്നുണ്ട്, അല്ലെ അടുത്ത ആഴ്ച ഞാനും വരുന്നുണ്ട്. ഇത് പറയുന്ന അതേ രൂപത്തിൽ ഖബറിലുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നു. നിങ്ങൾ നമ്മളെ മുമ്പിൽ പോയവരാണ്, അടുത്ത് തന്നെ നമ്മളും വരുന്നുണ്ട്. ആ മുഹാജി എന്നോട് പറഞ്ഞിരുന്നു ഞാനും വരുന്നുണ്ട്. ഇന്ന് വിളിച്ചപ്പോ എന്നോട് ഒരു നിലക്കും വരാൻ പറ്റാഞ്ഞിട്ടാണ്, പൊരുത്തപ്പെടണം. അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും അതുപോലെ ഇവിടെ സ്ഥലം കൊടുത്തവർക്കും കൊടുക്കുന്നവർക്കും നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. സർവ്വ വിഷയങ്ങളിലും ബറക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. നമ്മെ അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ നമ്മയും നമ്മുടെ ദീനീ പ്രവർത്തനത്തിന് സഹായിക്കുന്നവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ജീവിതത്തിൽ അപാകതകളോ തെറ്റുകളോ വന്നെങ്കിൽ നമുക്കെല്ലാം റബ്ബ് മാപ്പ് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലുള്ളവരെ വിളിക്കുന്നു. ഖബറിലുള്ളവരോട് ജീവിതകാലത്ത് സംസാരിക്കും പോലെ സംസാരിക്കുന്നു. ചിലർ പറയും ഖബർ സിയാറത്തിന് കുഴപ്പമില്ല, പക്ഷേ ഖബർ സിയാറത്തിന് വേണ്ടി പോകാൻ പാടില്ല. അജ്മീറിലേക്ക് പോയിക്കൂടാ, മമ്പറത്തേക്ക് പോയിക്കൂടാ, ഉള്ളാളത്തേക്ക് പോയിക്കൂടാ, ഖബർ സിയാറത്തിന് കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. ഖബർ സിയാറത്തിന് കുഴപ്പമില്ല, ഖബർ സിയാറത്തിന് വേണ്ടി പോകാൻ പാടില്ല. പിന്നെ ഖബർ ഇങ്ങോട്ട് വന്നിട്ട് സിയാറത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സിയാറത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ സന്ദർശനം എന്നാണ്.
സന്ദർശനവും തന്നെ രോഗിയെ സന്ദർശിക്കാൻ രോഗി ഇങ്ങോട്ട് വരലാണോ? അല്ല രോഗിയുള്ള സ്ഥലത്തല്ലേ നമ്മൾ അങ്ങോട്ട് പോകലാണോ? ഇതാർക്കാ മനസ്സിലാകാത്തത്? അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ഫസൂറുഹാ, ഖബർ സിയാറത്തിന്റെ ഫലം എന്താണ്? റസൂൽ പറയുന്നു തുദക്കിറുക്കുമുൽ മൗത്ത് തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് ആത്മീയ ബോധമുണ്ടാകും, മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും. അത് ഖബർ സിയാറത്ത് എന്ന പുണ്യകർമ്മം കൊണ്ട് അല്ലാഹു തരുന്ന ആത്മീയമായ ഫലമാണ്. മനസ്സിലായില്ലേ? ഖബർ സിയാറത്ത് ചെയ്താൽ അല്ലാഹു തരുന്ന ആത്മീയ ഫലം ആഖിറത്തെക്കുറിച്ചുള്ള ബോധം, മരണത്തെക്കുറിച്ചുള്ള ബോധം. അത് ശരിക്കിട്ടെങ്കിൽ പിന്നെ കള്ളുടിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, വ്യഭിചരിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, അന്യപെണ്ണിന്റെ ചിത്രം പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ നോക്കാൻ ധൈര്യം ഉണ്ടാവില്ല, വാട്സപ്പില് അന്യപെണ്ണുമായിട്ട് ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാവില്ല, അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ധൈര്യം ഉണ്ടാവില്ല. കേട്ടില്ലേ? അതിനെന്ത് വേണം? ആത്മീയ ബോധം വേണം, ആഖിറത്തെക്കുറിച്ചുള്ള ബോധം വേണം. ആ ബോധമില്ലാതെ എനിക്ക് ഇനി ഒരുപാട് കാലുണ്ട്, ഞാനിപ്പൊന്നും മരിക്കൂല എന്നിങ്ങനെ വിചാരിച്ചാലോ? അങ്ങനെ വിചാരിച്ചാൽ പിന്നെ അവന് ആഖിറത്തെക്കുറിച്ച് ബോധമില്ല. അതാ മനസ്സുറച്ചുപോയി, അവന് നന്മയിലുള്ള ചിന്തയില്ല, അവന്റെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതാ ഇബ്നു ആദം, മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അവന് വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് കാര്യം അവന്റെ മനസ്സിൽ യുവത്വം പ്രാപിക്കുകയാണ്. രണ്ട് കാര്യം യുവത്വം പ്രാപിക്കുകയാണ്. അതിലൊന്നാണ് തൂലുൽ അമൽ, അൽ ഹിർസു അലൽ മാലി വൽ ഹിർസു അലൽ ഉമർ. എനിക്കിനിയും കുറെ കാലം ജീവിക്കണം എന്ന ചിന്ത, ആ ആഗ്രഹവും അതുപോലെ അഥവാ ഇനിയും ഞാൻ കുറെ കാലം ജീവിക്കുമെന്ന ചിന്തയും, അതുപോലെ സ്വത്തിനോടുള്ള താല്പര്യം തീരുന്നില്ല, സ്വത്തിനോടുള്ള സ്നേഹം തീരുന്നില്ല. അത് മനുഷ്യനുണ്ടാകുന്നത് അധിക കാലം ജീവിച്ചായിരിക്കാനുണ്ടെന്ന ചിന്ത വരുമ്പോഴാണ്. അതാണ് തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി പാടിയത്, മനുഷ്യന് പ്രായം കൂടി നര വന്നാലും യുവത്വത്തിലാണിരു കാര്യമെങ്കിൽ പോലും ധനമോഹമാണെന്നാണ് രണ്ടിൽ ഒന്ന്, ദീർഘായുസ്സിന് കൊതിക്കലാ മറ്റൊന്ന്. അതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ സുഹൃത്തുക്കളെ, വ്യാമോഹമേറ്റമബദ്ധമാ, അതിനാലെ 4 വിപത്തുകൾ സംജാതമാ, പാഴത്തൊഴിച്ചു നടക്കലാണതിലൊന്ന്, മടികൊണ്ട് പിന്നീടാക്കി തള്ളിവിടുന്നേ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സനുവദിക്കൂല. എനിക്കിനിയും കാലമുണ്ടല്ലോ, പിന്നെയാകാമെന്ന് തോന്നുന്നു. സമയം എനിക്കുണ്ടല്ലോ വളരെ വിശാലമായി, അപ്പോഴതാകാം എന്ന മട്ടിൽ പിന്തലായി. അതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. എന്നാ ബിസ്റുൽ ഹാഫി ഞങ്ങൾ പറഞ്ഞൊരു വാക്ക് ഞാൻ കൽപ്പിക്കട്ടെ. പറയുന്നു, ബിസ്റുൽ ഹാഫി അംസി മരിച്ചു പോയി, ഈ ദിവസമോ സക്കറാത്തു ഹാലിലുമെത്തലായി. മോനെ, നിന്റെ ജീവിതത്തിന്റെ അംസി ഇന്നലെ. അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ. അതേ, നിന്റെ ജീവിതത്തിന്റെ ഇന്നലെ അത് കഴിഞ്ഞുപോയി, മരിച്ചുപോയി. ഇനി ഇന്നലെ മടങ്ങി വരൂല. പേരോടത്രമ മുസ്ലിയാർക്ക് 55 കഴിഞ്ഞുപോയി. ആ 55ഉം ഇന്നലെയാണ്, തിരിച്ചു വരൂല. അതാണ് അംസി മരിച്ചുപോയി, ഈ ദിവസമോ സക്കറാത്ത് ഹാലിലുമെത്തിപ്പോയി. അല്ലേ, ഇന്നത്തെ ദിവസം തീരാറായി. അതല്ലേ സക്കറാത്തിലെത്തല്. ഇന്നത്തെ ദിവസം തീരാറായി. നാളത്തെ ദിവസം സോദര ഗർഭത്തിലാ. നാളത്തത് ഗർഭത്തിലാ, പ്രസവിക്കൂ ഇല്ലേന്നറിയില്ല. നാളെ പേരോടുണ്ടാകുമോ? അതേ, ദുബായിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, യാത്ര ചെയ്യുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് തന്നെ തെറ്റ് ജീവിതത്തിൽ വന്നു പോയെങ്കിൽ പടച്ച റബ്ബിനോട് മാപ്പ് പറഞ്ഞിട്ട് എപ്പോഴും പോകാൻ ഒരുങ്ങി നിൽക്കണമെന്നല്ലേ ഇമാം ബൂസരി തങ്ങളുടെ ഉപദേശം. മോനെ, വഖാലി പിന്നഫ്സാവ ശൈത്താന വഅസീമാ വഇൻഹുമാ മഹവാ കന്നുസ്ഹഫത്തഹീമി. ശൈത്താനിന് വഴിപ്പെട്ട് ജീവിക്കല്ല, തടിഹവക്ക് വഴിപ്പെട്ട് ജീവിക്കല്ല. നീ പറയുന്നത് സത്യമാകണം
ശരിയാകണം, ചെയ്യുന്നത് ശരിയാകണം, സത്യമാകണം. മരണം മുന്നിലുണ്ടെന്ന ചിന്തയോടെ ജീവിക്കണം. കാരണം നാളത്തെ ദിവസമുണ്ടല്ലോ, അതാ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് താഅത്തിന്നു തന്നെ നീ ചെയ്യല. ശറനി തബഖാത്തിൽ ഇതും വിവരിച്ചതാ. അതുപോലെ എനിക്കിനിയും കുറെ കാലമുണ്ടെന്ന ചിന്ത വന്നാൽ രണ്ടാണ്, തൗബ ഒഴിച്ചു നീ ചിന്തിക്കലും പിന്നീട് ചെയ്യാമെന്ന മട്ടിൽ നീട്ടലും. നിനക്ക് തോന്നും എനിക്ക് തൗബ ചെയ്യാൻ പിന്നെയും അവസരമില്ലേ? ഇല്ല മോനെ, നിനക്ക് മരണം എപ്പോഴാണെന്നറിയില്ല. ഞാൻ ഇന്നലെ ഒരു മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ SSFന്റെ ഒരു പ്രവർത്തകൻ, വയസ്സ് 10 or 20 മാത്രമേ ഉള്ളൂ. പ്രായക്കണക്കുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് SSFന്റെ പ്രവർത്തകരെ, പറയുന്നത് ശരിയായിരിക്കണം, ചെയ്യുന്നത് ശരിയായിരിക്കണം. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയണ്ട, ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറയണ്ട, ഇങ്ങോട്ട് പരിഹസിച്ചാൽ അങ്ങോട്ട് പരിഹസിക്കണ്ട. ഇവിടുത്തെ ജീവിതത്തിന് നിലനിൽപ്പില്ല. SOSന്റെ പ്രവർത്തകരെ, പടച്ചവൻ പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്തു പോകണ്ട. റബ്ബ് പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, സാന്ത്വന പ്രവർത്തനങ്ങൾ സജീവമാക്കുക. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ആശയ പ്രചരണം നടത്തുക, നബിതങ്ങളുടെ മദ്ഹ് പറയുക. അതേ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. ജാമിഅ സഅദിയ പോലെ, മർക്കസ് പോലെ, മഅദിന് പോലെ, മഖർ പോലെ, സിറാജുൽ ഹുദ പോലെ, നമ്മുടെ മജ്മഅകൾ മഅദിനുകൾ പോലെ നമ്മുടെ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക. നമ്മുടെ നാടുകളിൽ അതാ ചീത്ത പറയാത്ത മദ്രസകൾ സ്ഥാപിക്കുക. ചെറിയ പിഞ്ചുമക്കളെ ഹൃദയത്തിൽ കുട്ടിക്കാലത്ത് തന്നെ വേറൊരു പണ്ഡിതന്റെ ഗീബത്ത് കേൾപ്പിച്ചാൽ ആ മക്കളെ ജീവിതം തകർന്നില്ലേ? അവരാത്മീയത നശിച്ചില്ലേ? നമ്മളോട് പഠിപ്പിച്ചത് പ്രസവിച്ച് കേൾക്കും തന്നെ ബാങ്ക് കേൾപ്പിക്കണമെന്നല്ലേ? കാരണം അള്ളാന്റെ പേരാജ്യം തന്നെ കേൾക്കേണ്ടത് കൊണ്ടല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കുട്ടിക്കാലത്ത് തന്നെ കേൾക്കാനല്ലേ? മദ്രസയിൽ നിന്ന് വേറൊരു ആലിമിന്റെ ഗീബത്താണ് ചെറിയ പിഞ്ചുമക്കൾക്ക് കേൾക്കുന്നതെങ്കിൽ ആ മക്കളെ മനസ്സിന്റെ ബറക്കത്ത് പോയില്ലേ? ആത്മീയത തകർന്നില്ലേ? കുറച്ചു കാലം കഴിയുമ്പോ ബാപ്പനെയും ധിക്കരിച്ച് വേറൊരു പെണ്ണിനെയും കൂട്ടി ചിലപ്പോ ആ മകൻ കയറി വന്നില്ലേ? മകളതാ മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ? ചിലപ്പോ ബാപ്പാക്കെതിരെ സംസാരിച്ചില്ലേ? കാരണം കുട്ടിക്കാലത്ത് ഈ ചെറിയ പിഞ്ചുമക്കളെ മനസ്സിൽ ഗീബത്തല്ലേ മദ്രസയിൽ വെച്ച് കേൾപ്പിച്ചത്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഗീബത്ത് പറയാത്ത മദ്രസകൾ സ്ഥാപിക്കുക. ഒരു പണ്ഡിതനെയും പറയരുത്, നമ്മളെ സംഘടനയിലുള്ളവരെയും പറയരുത്, അല്ലാത്തവരെയും പറയരുത്. ഇൽമിന് ബഹുമാനം കൽപ്പിക്കണം. ഇനി ഒരു ആലിമിന് മോശം വന്നാലോ എന്നാലും നമ്മൾ ചീത്ത പറയാൻ പോകണ്ട. ഒരു സയ്യിദിന്റെ അടുക്കൽ അബദ്ധം വന്നാലോ എന്നാലും സയ്യിദിനെ കുറ്റം പറയണ്ട. മുത്ത് മൂത്രത്തിൽ വീണാലും മുത്ത് മുത്ത് തന്നെയല്ലേ? അത് കഴുകിയാൽ നമുക്ക് കീശയിലിട്ടുകൂടെ? ആ മുത്തിന്റെ വിലക്ക് കുറവുണ്ടോ? അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ച പണ്ഡിതന്മാരോ തെറ്റിദ്ധരിച്ച സയ്യിദന്മാരോ ഉണ്ടെങ്കിൽ അവരെയും കുറ്റം പറയണ്ട. നമ്മൾ അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുക, തഖ്വയിലേക്ക് ജനങ്ങളെ നടത്തുക. അതാണ് പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം. ജനങ്ങളൊന്നും നമ്മളെ വാക്കുകൊണ്ട് നരകത്തിലെത്തിക്കൂടാ, നമ്മളെ പ്രവർത്തനം കൊണ്ട് നരകത്തിലെത്തിക്കൂടാ. നമുക്കും കടക്കണം സ്വർഗത്തില്, നമ്മുടെ കൂടെയുള്ളവർക്കും കടക്കണം സ്വർഗത്തില്. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന നേതാവാണ് അന അവ്വലുമൻ യുഹർരികു ഹൽഖൽ ജന്ന. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചുകുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തെറ്റുകൾ വന്നവർക്ക് തൗബയില്ലാതെയായി പോകും. എനിക്കിനിയും കുറെ കാലമുണ്ടെന്ന ചിന്ത ഉണ്ടായാൽ അതാണ് മഹാനായ അതാ സഅവ പറഞ്ഞത്. ഞാനിന്ന് വയസ്സനല്ല യുവാവുമാ, അതുമാത്രമല്ല എനിക്കിന്നു നല്ല ആരോഗ്യമാ. ഈ ചിന്തയിലിരിക്കുന്ന സമയം തന്നെ മരണം ക്ഷണം പിടികൂടുവാൻ മതി പൊന്നേ.
ഞാനൊരു യുവാവല്ലേ എന്ന് വിചാരിക്കുമ്പോ തന്നെ മരണം വരാം. മൂന്നാമത് ഇനിയും കുറെ കാലമുണ്ടെന്ന ചിന്ത ഉണ്ടായാൽ, മൂന്നാമതായി ധനം സംഭരിക്കാൻ മോഹമാ, പരലോക അമലി വെടിഞ്ഞ് ഭൗതിക സുഖലുമാ. പിന്നെ ദുന്യാവിങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്, ദുന്യാവിൽ സ്ഥാനം കിട്ടണമെന്ന ചിന്തയാണ്. അപ്പൊ പിന്നെ കൊടുക്കാൻ തോന്നൂല, അതേ ആഖിറത്തിന് പ്രവർത്തിക്കാൻ തോന്നൂല. സമയം മുഴുവൻ ദുന്യാവിന് വേണ്ടി തന്നെ നീ അങ്ങ് കൊണ്ടുപോവുകയാണ്. ധർമ്മം കൊടുക്കാൻ മടി വരുന്നതു തന്നെ, ധർമ്മം കൊടുക്കാൻ മടി തോന്നുകയാണ്. ഉള്ളവർ കൊടുത്താൽ അതല്ലേ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം. അൽഹംദുലില്ലാ, പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തവർക്ക് അല്ലാഹ് സ്വർഗത്തിൽ സ്ഥലം കൊടുക്കട്ടെ. സിറാജുൽ ഹുദക്ക് സ്ഥലം വാങ്ങിച്ചു തന്നവരുണ്ട്, ജാമിയ സേദിക്ക് സ്ഥലം കൊടുത്ത അബ്ദുൽ ഖാദിർ ഹാജിയുണ്ട്. അതുപോലെ പലരുമുണ്ട്. റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നിന്റെ ദീനിനാരാണോ സഹായിക്കുന്നത് അവരെ സഹായിക്കണേ അല്ലാഹ്. നാലാമതായി ഖൽബിന് ഖസ്വത്തല, അതു കാരണം പരലോക ചിന്ത മറക്കല. ഇനിയും കുറെ കാലമുണ്ടെന്ന ചിന്ത